ആ കേൾക്കും. അപ്പൊ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഒന്ന് റിവിഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാലേ ലൈറ്റിന് അതിൻ്റെ എനർജി അനുസരിച്ച് അല്ലെ ഫ്രീക്വൻസി അനുസരിച്ച് ഒന്ന് ഇൻ ടേംസ് ഓഫ് എനർജിയുടെ ഇക്വേഷൻ ആണ് E = H × ന്യൂ. അത് കേട്ടിട്ടുണ്ടല്ലോ, E = H ന്യൂ. ന്യൂ എന്നാണ്? ഫ്രീക്വൻസി. H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക് ഒരു സയന്റിസ്റ്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പം E = H × ന്യൂ. ഇതനുസരിച്ച് ലൈറ്റ് വേവുകളെ പല പേരുകളിൽ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കാം. എനർജി കൂടിയെടുത്ത് നോക്കി, ന്യൂ ഫ്രീക്വൻസി കൂടി അല്ലെങ്കിൽ വേവുകൾ അടുത്തടുത്തിരിക്കുന്നിടന്ന് എനർജി കുറഞ്ഞെടുത്തോട്ട് വരുവാണ്. കണ്ടോ? അങ്ങനെ ഏറ്റവും എനർജി കുറവുള്ള വേവാണ് റേഡിയോ വേവ്. ഏതാണ്? റേഡിയോ വേവ്. റേഡിയോ വേവ്. പിന്നെയാണ് മൈക്രോവേവ്. പിന്നെ ഇൻഫ്രാറെഡ്, പിന്നെ UV, പിന്നെ വിസിബിൾ, പിന്നെ എക്സ്റേ, പിന്നെ ഗാമാറ്. ഇതാ കേട്ടോ ഓർഡർ. സോറി, റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ. വിസിബിൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനകത്ത് വേവ് ലെങ്ത് കൂടിയ റെഡ് വരെ, വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. പിന്നെ അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറ്. ഇതിനകത്ത് ഏറ്റവും എനർജി കൂടിയത് എങ്ങനെയാണ്? ഈ പടം ഇങ്ങനെ ഓർത്തിരിക്കണം. ഏറ്റവും എനർജി കൂടിയത് മുകളിലുള്ളവയ്ക്കാണോ താഴെയുള്ളവയ്ക്കാണോ? മേളിലുള്ളതിന്. ഇറ്റ് ഹാസ് വെരി ഹൈ എനർജി. ഹൈ എനർജി എന്ന് പറയുമ്പോൾ അതിന് എനർജി വളരെ കൂടുതലാണ്. എനർജിയുടെ ഇക്വേഷൻ H ന്യൂ എന്നാണ്. ന്യൂ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഇവിടെ ഫ്രീക്വൻസിയും വളരെ കൂടുതലായിരിക്കും. ഫ്രീക്വൻസി ഓൾസോ ഹൈ ആയിരിക്കും. ഇനി ഇവിടെ എന്ന് പറയുമ്പം ലാംഡ വേവ് ലെങ്ത് ആണ് ഏറ്റവും കൂടുതൽ. ലാംഡ ഈസ് വെരി ഹൈ. മോളി കൂടിയത് രണ്ടും ഇവിടെ കുറവായിരിക്കും. എനർജി ഈസ് വെരി ലോ and frequency is also be very less. ഓർഡർ പഠിച്ച് റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്. സാർ അടിന്ന് മേളിലേക്കാണോ പറഞ്ഞു വരേണ്ട ഓർഡർ? എങ്ങനെ പറഞ്ഞു? ഇതാ പറഞ്ഞു വരാൻ എളുപ്പം. അടിയിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ പറയുമ്പോൾ അത് നോക്കണം. അതിന്റെ എനർജി കുറഞ്ഞെടുന്ന് കൂടിയെടുത്തോട്ടാണ് പറയുന്നത്. റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ, UV, എക്സ്റേ, ഗാമാറ്. ഇതിപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആന്ന് പറഞ്ഞു. ഈ വാവിന്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക്. അപ്പൊ അതിന് എന്തുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മളിപ്പം X ആക്സിസിൽ വരച്ചു കഴിഞ്ഞാല് മാഗ്നറ്റിക് ഫീൽഡ് Y ആക്സിസിലായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, ഇതിപ്പോ വേവ് പോകുന്ന ഡയറക്ഷൻ അങ്ങോട്ടാണ്. വേവ് ഇങ്ങോട്ടാണ് പോണതെങ്കിൽ ശരിയാന്ന് പഠിപ്പിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്, ഓർ അത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് ഗാമാ റേ, എക്സ്റേ, UV, IR, മൈക്രോവേവ്, റേഡിയോ വേവ്.
Question number 1. What is the phase difference between electric field and magnetic field? എത്രയാണ് phase difference? Phase difference എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിൽ എത്ര ആംഗിൾ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ തമ്മിലുള്ള ആംഗിൾ വ്യത്യാസം എത്രയാണ്? 90 ഡിഗ്രി. Phase difference is equal to phase difference is equal to 90 degree. ഇനി ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഒരു എക്സാമ്പിൾ തന്നിരിക്കുവാണ്. Which constituent radiation of electromagnetic spectrum is mainly involved in? ഒന്ന്, ഗ്രീൻ ഹൗസ് എഫക്ട്. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഗ്രീൻ ഹൗസ് എഫക്ട്? എവിടെയാ? അതായത് നമ്മൾ പറയും ഭൂമിയിൽ റേഡിയേഷൻ വന്ന് താഴെ അടിച്ചേച്ച് മുകളിലോട്ട് പോയി ചൂടായേച്ച് അന്തരീക്ഷത്തിലെ താപനില കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതിന് നമ്മൾ ഈ പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോണിന്റെ ഒക്കെ കാര്യം ഗ്രീൻ ഹൗസ് എഫക്ട് പോലെ തന്നെ പറയുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മളുടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവിന്റെ അളവ് കൂടുകയും ഈ മഞ്ഞുരുകുന്നതിനൊക്കെ കാരണമാവും. ചോദ്യം ഇതാണ്, ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായ റേഡിയേഷൻ ഇതിലേതാണ്? പറ. UV അല്ല, ഇൻഫ്രാറെഡ്. പിന്നെ ഫോട്ടോഗ്രാഫി ചോദിച്ചാൽ ഇത് എങ്ങനെയാ? രാത്രികാല ഫോട്ടോഗ്രാഫിയിലൊക്കെ ഏത് ലൈറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്? പറഞ്ഞേ. IR എന്ന് പറഞ്ഞത് ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡ്. അല്ല, ഇൻഫ്രാറെഡ്. ഡിസ്റ്റന്റ് ഫോട്ടോഗ്രാഫി ഇൻ ഫോഗി കണ്ടീഷൻ. ഫോഗ് എന്ന് പറഞ്ഞ മഞ്ഞ്. ഫോഗി കണ്ടീഷനിൽ അല്ലെങ്കിൽ ലൈറ്റ് കുറവിലാണ് നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ IR റേഡിയേഷൻ കണ്ടുണ്ടോ? ഈ ക്യാമറയിൽ ഒരു സ്റ്റോപ്പ്, വേറെ ലൈറ്റ് അല്ലാതെ ഒരു സാധനം തെളിഞ്ഞു കിടക്കുന്ന നമുക്ക് അത് ഫ്ലാഷ് ചെയ്തിട്ടാണ് നമ്മൾ IR ലൈറ്റ് ചെയ്തിട്ടാണ് ഏത് ചെയ്യുന്നത്? ഫോട്ടോ എടുക്കുന്നത്. അപ്പം ഫോട്ടോഗ്രാഫി ഇൻ ഫോഗി ലൈറ്റ്. പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. റിമോട്ട് ഇല്ലേ, റിമോട്ട് കൺട്രോള്. റിമോട്ട് ഞെക്കുമ്പോഴത്തേന് TVയിലെ ചാനൽ മാറും. അതും IR റേഡിയേഷൻ മൂലമാണ് മാറുന്നത്. ഓക്കെ. അപ്പം ഈ ചാപ്റ്ററിൽ ഇങ്ങനെ റേഡിയേഷൻ തന്നിട്ട് എക്സാമ്പിൾ ചോദിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പൊ ഗ്രീൻ ഹൗസ് എഫക്ട്, ഫോട്ടോഗ്രാഫി, ഇതിനകത്തൊക്കെ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റിമോട്ട്. ഇതിനകത്ത് ഏതാണ് ഉപയോഗിക്കുന്നത്? IR റേഡിയേഷൻ. ഇനി ചോദ്യം റഡാർ. റഡാർ എന്നാണ്? നമ്മൾ പറയില്ല റഡാർ സ്റ്റേഷൻ. അതായത് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ഇങ്ങനെ വേറെ സ്റ്റേഷനിലേക്ക് കൊടുക്കണം, അവിടുത്തെ ഇൻഫർമേഷൻ നമ്മൾ മേടിക്കണം. റഡാറിൽ ഉപയോഗിക്കുന്നത് മൈക്രോവേവ്. ചിലപ്പോൾ ടെലിഫോൺ ചോദിച്ചാലേ, ടെലിഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടിവിക്കകത്തും നമ്മൾ ഈ പറയുന്ന ഡിഷ് ആന്റിന ഇല്ല, അങ്ങനെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ, അത് ടിവിക്കകത്തും ടെലിവിഷനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതും മൈക്രോവേവ് തന്നെയാ കേട്ടോ. മൈക്രോവേവ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, റഡാറിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ആണ്. പിന്നെ ഇനി നമ്മളുടെ മനുഷ്യന്റെ എല്ലിന്റെ ഒക്കെ സ്റ്റഡികൾ, അല്ലെങ്കിൽ തുളച്ചു കയറുക, അല്ലെങ്കിൽ ഡിഫറെന്റ് അറ്റിനുവേഷൻ സ്റ്റഡീസിലൊക്കെ എക്സ്റേ. അതിന്റെ ഒരു എക്സാമ്പിൾ അറ്റിനുവേഷൻ ചോദിക്കും കേട്ടോ ചിലപ്പം. അറ്റിനുവേഷൻ എക്സ്റേ. പിന്നെ നമ്മൾ പറയല്ലേ വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ, അതേതാണെന്നറിയാവോ? വാട്ടർ പ്യൂരിഫിക്കേഷൻ UV ആണോ? അൾട്രാ വയലറ്റ് ഉപയോഗിച്ചാണ് വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പം റഡാറ്, ടെലിവിഷൻ, നമ്മുടെ മൊബൈല്, അതൊക്കെ ശരിക്കും റേഡിയോയും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ മൈക്രോവേവ് എന്ന് ഓർത്തോണം. റിമോട്ട്, ഫോട്ടോഗ്രാഫി, ഗ്രീൻ ഹൗസ്. അറ്റിന്യൂവേഷൻ എന്ന് പറഞ്ഞാൽ അതായത് അറ്റിന്യൂവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മള് ആ കമ്മ്യൂണിക്കേഷൻ അത് പഠിച്ചില്ലേ, നമ്മളൊരു വേവ് ഇങ്ങനെ പോകുമ്പോ. അല്ല, അത് കമ്മ്യൂണിക്കേഷന്റെ അകത്ത് അറ്റിന്യൂവേഷൻ ഇല്ലേ? അതിന്റെ എനർജി ഇങ്ങനെ കുറയുന്നതാണ് അറ്റിന്യൂവേഷൻ. അതിന്റെ സ്ട്രെങ്ത് കുറയുന്നു. അപ്പൊ എക്സ്റേ എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് കൂട്ടിയ എവിടെയെങ്കിലും നമുക്ക് ഒരു എനർജി കമ്മ്യൂണിക്കേഷൻ അല്ലെ ഒരു സാധനം വേണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടിയ എനർജി മുകളിലല്ലേ, ഗാമ റേ
ഗാമാറേ ഭയങ്കരമായിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ അതിന് പകരം നമ്മൾ എക്സ്റേസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അറ്റന്യൂവേഷൻ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഇനി ഉണ്ടാകുന്നത്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ എക്സാമ്പിളുകളാണ്. ഉണ്ടാകുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഉണ്ടാക്കുന്നതനുസരിച്ച് ഇതിനെ പലതായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇൻഫ്രാറെഡ് എങ്ങനെയാ ഉണ്ടാകണേന്ന് അറിയാവോ? ആറ്റങ്ങളുടെ വൈബ്രേഷൻ മൂലമാണ്. ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് ആറ്റം. ആറ്റങ്ങളില്ലേ, ഏതെങ്കിലും ഒരു മോളിക്കൂള്, ഇവിടെ കാർബൺ ഡയോക്സൈഡ് ആണ്, ഓക്സിജൻ CO2, ഇത് രണ്ടും കൂടി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും ഈ ബോണ്ടുകൾ. അങ്ങനെ ബോണ്ടുകളുടെ ആറ്റങ്ങൾ തമ്മിലുള്ള വൈബ്രേഷൻ ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ്. ഓക്കെ. ദെൻ അൾട്രാ വയലറ്റ് ഉണ്ടാകുന്നതിനറിയാം UV. അതായത് ഇലക്ട്രോണിന്റെ ഡീഎക്സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഇലക്ട്രോൺ താഴത്തെ ലെവലിൽ നിന്ന് എനർജി സ്വീകരിച്ചതിനായും മുകളിലത്തെ ലെവലിൽ പോവും. പക്ഷെ അതവിടെ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് അതൊരു എനർജി പുറത്ത് വിട്ടിട്ട് അത് തിരിച്ച് പഴയ അവസ്ഥയിലോട്ട് പോരും. മനസ്സിലായോ? അത് ലോവറിൽ എനർജി ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ആദ്യം മുകളിൽ പോവും. അവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്, അവിടെ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് ഒരു UV റേസിനെ പുറത്ത് വിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് UV റേസ് ഉണ്ടാക്കുന്നത്. ഇനി ഗാമാറേ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോ പറഞ്ഞേ. ഗാമാറേ ന്യൂക്ലിയർ റിയാക്ഷൻ. ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്, ഫ്യൂഷനും ഉണ്ട്. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതാ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിപ്പിച്ചായിരുന്നോ ശ്വേതാ മിസ്? പൊട്ടി ചെറുതായി പല ചെയിൻ റിയാക്ഷൻ ആയിട്ട് അങ്ങ് പോവും. ചെറിയത് രണ്ടെണ്ണം ചേർന്ന് വലുതുണ്ടാവും. സോ ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടാകുന്ന ഏതാണ്? ഗാമാറേ. ഇനി എക്സ്റേ എങ്ങനെയാ ഉണ്ടാകുന്നത്? ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിനെ എവിടെയെങ്കിലും കൊണ്ടേ ഇടിപ്പിക്കും. ഡ്യൂ ടു ദ ബൊംബാർഡ്മെന്റ് ഓഫ് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ. ഇത്രയും മെയിൻലി ഇതിനകത്ത് അറിയണം. ഓക്കെ. ഓരോന്നും ഏതിനാണ് ഉപയോഗിക്കുന്നത്? മൈക്രോവേവ്, റഡാർ, ഇൻഫ്രാറെഡ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, UV. അതുപോലെ നമ്മുടെ ഓസോണിന് വിള്ളൽ ഉണ്ടാക്കിയല്ലേ? ഓസോണിന് വിള്ളൽ ഉണ്ടാക്കുന്ന ഏതാ? ഓസോണിന് വിള്ളൽ ഉണ്ടാക്കുന്നത് UV തന്നെ കേട്ടോ. അതും കൂടെ ഓസോൺ പ്രൊട്ടക്ഷൻ. ഇനി എല്ലിന്റെ ഫ്രാക്ചർ ഒക്കെ അറിയാൻ വേണ്ടിയോ? സ്റ്റഡി ക്യാൻസർ ട്രീറ്റ്മെന്റ്. എക്സ്റേ. ക്യാൻസർ ട്രീറ്റ്മെന്റ് ഏത് തന്നെയാണ്? എക്സ്റേ തന്നെ എഴുതി കേട്ടോ. ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് ടേക്ക് ദ നമ്മൾ പറഞ്ഞ ടു സ്റ്റഡി ദ ഫ്രാക്ചർ ഓഫ് ബോൺസ്. അത് 2011 സെയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇങ്ങനെ കോളം പൂരിപ്പിക്കാൻ വേണ്ടി. മൈക്രോവേവ് അതിന് നേരെ ഏത് വരും? റഡാർ. ഇൻഫ്രാറെഡിന് നേരെ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അൾട്രാ വയലറ്റിന് നേരെ ഓസോൺ ലെയർ. മെലാനിൻ എന്ന് പറഞ്ഞാൽ മെലാനിൻ നമ്മുടെ ശരീരത്തെ ത്വക്കിലുള്ള ഒരു നമുക്ക് കളർ തരുന്ന സാധനം മെലാനിൻ. അപ്പൊ UV ഒത്തിരി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ത്വക്കിലെ മെലാനിന്റെ അളവ് കുറഞ്ഞു പോകും. അതുകൊണ്ടല്ലേ നമ്മൾ പറയണ കുട ചൂടി നടക്കണം, അല്ലെ വെയിൽ നേരിട്ട് കൊള്ളും, സൂര്യതാപം ഏൽക്കുന്നൊക്കെ വേനൽക്കാലാകുമ്പം പറയാറില്ലേ? പിന്നെ 2012 മാർച്ചിൽ ഒരു നല്ല ചോദ്യമുണ്ട്. വൺസ് അഗൈൻ. The orderly distribution of electromagnetic radiation according to the wavelength of frequency is called electromagnetic. അപ്പം ഇങ്ങനെ ഓർഡർ അനുസരിച്ച് എനർജിയുടെ ഓർഡറിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. എന്നാ വിളിക്കുന്നത്? സ്പെക്ട്രം. പറഞ്ഞേ എന്നാ അതിന്റെ പേര്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. മാഗ്നറ്റിക്.
spectrum. Electromagnetic spectrum. Identify the constituent. ആയത് ചോദ്യമാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിക്കാൻ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഏത്? പറ. ഇത് തന്നെ എക്സ്റേ തന്നെ കേട്ടോ. എന്നാ പഠിക്കാനാണ്? ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിക്കാൻ. എക്സാഡി എടുക്കും. ക്രിസ്റ്റൽ സ്ട്രക്ചർ. രണ്ടാമത്തത് ചോദ്യം ഇതാണ്. ദ റേഡിയേഷൻ വിച്ച് അബ്സോർബ് ബൈ ഓസോൺ ലെയർ. ഏതാ? ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യുന്ന ഏതാ? ഓസോൺ യു വി. വെരി ഗുഡ്. യു വി. ഓസോൺ ലെയർ. പിന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഓസോൺ യു വി. അത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് IR ഇൻഫ്രാറെഡ്. ഇനി മെഡിസിൻ ടു ഡിസ്ട്രോയ് ക്യാൻസർ. ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് നിങ്ങൾ എക്സ്റേ എഴുതണ്ട കേട്ടോ. ഫ്രാക്ചർ ഓഫ് ബോൺ എക്സ്റേ എഴുതിയാൽ മതി. ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഗാമാറേ തന്നെ എഴുതി കേട്ടോ. ഓപ്ഷനില്ല, ചിലപ്പോൾ എക്സ്റേ ഇല്ലായിരിക്കും. അപ്പം ഗാമാറേ ക്യാൻസർ ട്രീറ്റ്മെന്റ്. ഇപ്പൊ കണ്ടോ, ഒരു ചാപ്റ്റർ മുഴുവൻ അങ്ങ് പഠിപ്പിച്ചത് കണ്ടോ. മെയിൻലി നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. ഇതും കൂടെ ഓർക്കണം, എങ്ങനെയാണ് ഉണ്ടാകുന്നത്. IR ആറ്റത്തിന്റെ വൈബ്രേഷൻ, UV ഇലക്ട്രോണിന്റെ ഡീഎക്സൈറ്റേഷൻ, പിന്നെ എക്സ്റേ ബൊംബാർഡ്മെന്റ് ഓഫ് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ, ന്യൂക്ലിയർ റിയാക്ഷൻ, ഗാമാറേ കേട്ടോ അത്, ഗാമാറേ ന്യൂക്ലിയർ റിയാക്ഷൻ. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും എഴുതണം. ഓക്കെ, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തേ. എന്നിട്ട് പോയി വന്നോ?